എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗത്തിലെ 15 ശ്ലോകങ്ങളാണ് ഇതുവരെ നമ്മൾ ആഖ്യാനം ചെയ്തത്. ഇന്ന് ശ്ലോകം 16 മുതലാണ് മലയാളത്തിൽ ആഖ്യാനം ചെയ്യുന്നത്. ശ്ലോകം 16. നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിഃ. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിഃ എന്ന് പറഞ്ഞാൽ ന സതോ സതഃ സതഃ എന്ന് പറഞ്ഞാൽ ഉള്ളതായ ആത്മാവിന് ന വിദ്യതേ ഉണ്ടാകുന്നില്ല, ഭാവഃ ഉണ്മ, ന ഭാവോ വിദ്യതേ സതഃ സതഃ ഉള്ളതായ ആത്മാവിന് അഭാവഃ ഇല്ലാതായി തീരുക എന്ന അവസ്ഥയും. ന വിദ്യതേ നമ്മൾ പറഞ്ഞു സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അനയോ ഉഭയോ ഇവ രണ്ടിൻ്റെയും അന്ത തു സൂക്ഷ്മ സ്വരൂപമാകട്ടെ അസതഃ അസതഃ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതായ ശരീരാദി പ്രപഞ്ചത്തിന് തത്വദർശിഭിഃ തത്വത്തെ അറിയുന്നവരാൽ ദൃഷ്ടഃ അറിയപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അത് മുഴുവൻ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തതായ ശരീരാദി പ്രപഞ്ചത്തിന് ഉണ്മ ഉണ്ടാകുന്നില്ല, ഉള്ളതായ ആത്മാവിന് ഇല്ലാതായി തീരുക എന്ന അവസ്ഥയും സംഭവിക്കുന്നില്ല. ഇവ രണ്ടിൻ്റെയും സൂക്ഷ്മസ്വരൂപമാവട്ടെ തത്വത്തെ അറിയുന്നവരാൽ അറിയപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി ശ്ലോകം 17. അവിനാശി തു തദ്യുദ്ധേ യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അർത്ഥം നോക്കാം. അവിനാശി തു നശിക്കാത്തതെന്ന്, തദ്യുദ്ധി തത് വിദ്ധി എന്നാണ്. തത് എന്ന് പറഞ്ഞാൽ ആ ആത്മാവ്, വിദ്ധി അറിഞ്ഞാലും, യേന സർവമിദം തതം ഇതം സർവം തതം എന്നാണ്. ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ, യേന യാതൊന്നിനാൽ, വിനാശമവ്യയസ്യാസ്യ വിനാശം നാശത്തെ, അവ്യയസ്യ നാശരഹിതമായ, അസ്യ ഈ ആത്മാവിൻ്റെ, ന കശ്ചിത് കർത്തുമർഹതി കശ്ചിത് ഒരുവനും, ന കർത്തും അർഹതി എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മുഴുവൻ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊന്നിനാൽ ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ ആ ആത്മാവ് നശിക്കാത്തതെന്ന് അറിഞ്ഞാലും നാശരഹിതമായ ഈ ആത്മാവിൻ്റെ നാശത്തെ ഒരുവനും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ശ്ലോകം 17 പറയുന്നത്. ഇനി ശ്ലോകം 18. അന്തവന്ത ഇമേ ദേഹാഃ നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാദ്യുധ്യസ ഭാരത. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്താഃ ശരീരിണഃ. അന്തവന്തഃ നാശമുള്ളവയായി, ഇമേ ദേഹാഃ ഈ ശരീരങ്ങൾ, നിത്യസ്യോക്താഃ ശരീരിണഃ നിത്യസ്യ നിത്യനുമായ, ശരീരിണഃ ശരീരത്തെ ധരിക്കുന്ന ജീവൻ്റെ, ഉക്ത്വാഹ പറയപ്പെട്ടിരിക്കുന്നു,
അനാശിനോ പ്രമേയസ്യ, അനാശിനഃ ഒരിക്കലും നശിക്കാത്തവനും, അപ്രമേയസ്യ കണക്കാക്കാൻ കഴിയാത്ത മഹിമയോടു കൂടിയവനും, തസ്മാദ്യുധ്യസഃ ഭാരത. തസ്മാത്ത് എന്ന് പറഞ്ഞാൽ അതിനാൽ, അതായത് ആത്മാവ് നാശരഹിതമായതിനാൽ. യുധ്യസ്വ, യുധ്യസ്വ എന്ന് പറഞ്ഞാൽ നീ യുദ്ധം ചെയ്താലും, ഭാരത അർജുന. അപ്പോൾ മുഴുവൻ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തവനും കണക്കാക്കാൻ കഴിയാത്ത മഹിമയോടു കൂടിയവനും നിത്യനുമായ ശരീരത്തെ ധരിക്കുന്ന ജീവൻ്റെ ഈ ശരീരങ്ങൾ നാശമുള്ളവയായി പറയപ്പെട്ടിരിക്കുന്നു. അതിനാൽ, അതായത് ആത്മാവ് നാശരഹിതമായതിനാൽ അർജുന നീ യുദ്ധം ചെയ്താലും പറയുന്നത്. അതായത് ആത്മാവിന് നാശമില്ല എന്നും ശരീരത്തിന് മാത്രമേ ഉള്ളൂ നാശം എന്നുമാണ് പറയുന്നത്. ശ്ലോകം 20. ന ജായതേ മ്രിയതേ വാ കഥാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം, അജോ നിത്യശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ന ജായതേ ജനിക്കുന്നില്ല, മ്രിയതേ ന ജായതേ മ്രിയതേ വാ കഥാചിത്ത് എന്ന് പറഞ്ഞാൽ ന ജായതേ ജനിക്കുന്നില്ല, ന മ്രിയതേ വാ മരിക്കുന്നുമില്ല, കഥാചിത്ത് ഒരിക്കലും, നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ ഭൂത്വാ ഒരിക്കൽ ഉണ്ടായിട്ട്, അയം ഈ ആത്മാവ്, ഭൂയഃ വീണ്ടും, ഭവിതാ വ ന സ്ഥിതി ചെയ്യുക എന്നതും ഉണ്ടാവുന്നില്ല. അതായത് നിലനിൽപ്പ്, ജനനം, നിലനിൽപ്പ്, മരണം എന്നീ 3 അവസ്ഥകളും ഇല്ല എന്നാണ് പറയുന്നത്. അജോ നിത്യഃ ശാശ്വതോയം പുരാണഃ അജ ജനനമില്ലാത്തവനും, നിത്യഃ നിത്യനും, ശാശ്വതഃ എന്നെന്നും നിലനിൽക്കുന്നവനും, പുരാണഃ പണ്ടുതന്നെ ഉള്ളവനുമായ, അയം ഈ ആത്മാവ്, ന ഹന്യതേ ന ഹന്യതേ ഹന്യമാനേ ശരീരേ, ശരീരേ ഹന്യമാനേ എന്ന് പറഞ്ഞാൽ ശരീരം കൊല്ലപ്പെടുമ്പോൾ, ന ഹന്യതേ കൊല്ലപ്പെടുന്നുമില്ല എന്നാണ്. അപ്പോൾ അർത്ഥം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുന്നില്ല, മരിക്കുന്നുമില്ല. ഒരിക്കൽ ഉണ്ടായിട്ട് വീണ്ടും സ്ഥിതി ചെയ്യുക എന്നതും ഉണ്ടാവുന്നില്ല. അതായത് ജനനം, നിലനിൽപ്പ്, മരണം എന്നീ 3 അവസ്ഥകളും ഇല്ല. ജനനമില്ലാത്തവനും നിത്യനും എന്നെന്നും നിലനിൽക്കുന്നവനും പണ്ട് തന്നെ ഉള്ളവനുമായ ഈ ആത്മാവ് ശരീരം കൊല്ലപ്പെടുമ്പോൾ കൊല്ലപ്പെടുന്നുമില്ല എന്നാണ് പറയുന്നത്. അതാണ് ശ്ലോകം 20. ശ്ലോകം 21 മുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ആഖ്യാനം ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.